Good morning and welcome to വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മെഡിക്കൽ ഡെൻ്റൽ പ്രവേശന പരീക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. പുതിയ പരീക്ഷ ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന് CBSEയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന വാർത്തയാണ് പത്രലോകം നമുക്ക് തരുന്ന ഏറ്റവും ഗൗരവതരമായ ദേശീയ വാർത്ത. 6.3 ലക്ഷം കുട്ടികളാണ് പരീക്ഷയ്ക്ക് പ്രവേശന പരീക്ഷ അറ്റൻഡ് ചെയ്തത്, എഴുതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂട് മഴക്കാലത്തും കയറിക്കൊണ്ടേയിരിക്കുന്നു അരുവിക്കരയിൽ. ഇന്ന് തീയതി 16. ഇനി എണ്ണി 10 ദിവസം മാത്രമാണ് പൊതുപ്രചരണ പരിപാടിക്ക് അവശേഷിക്കുന്നത്. ആ സാഹചര്യത്തിൽ അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് ചൂട് വളരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം 3-ാം ഘട്ടം താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വാഹനജാഥയുടെ കാലമാണ് വരുന്നത്. പൂർണ്ണമായും പ്രചരണ പരിപാടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു അരുവിക്കര. അരുവിക്കരയിൽ പരീക്ഷിക്കപ്പെടുന്നത് കോഴ തന്നെ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മുതൽ വിവിധ മന്ത്രിമാർ മത്സരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കോഴപ്പണം, നേടിക്കൊണ്ടിരിക്കുന്ന കോഴപ്പണം നടത്തുന്ന കോഴക്കളി. സുലേഖ ടീച്ചർ നാം വിചാരിച്ചത് മാതിരിയൊന്നുമല്ല. നല്ല കച്ചവടക്കണ്ണുള്ള രാഷ്ട്രീയക്കാരി തന്നെയായിരിക്കണം. കാരണം GKക്ക് പകരം അവർ മത്സരിക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടത്. ബുദ്ധിയുള്ള ടീച്ചർ അതിന് നിന്നുകൊടുത്തില്ല. അങ്ങനെ മത്സരിച്ചു എന്ന് വിചാരിക്കുക. ഇനി വലിയ സഹതാപ തരംഗം അനുകൂലമാക്കി ഒരിക്കൽ ജയിച്ചു എന്ന് വിചാരിക്കുക. ഒരിക്കൽ ജയിക്കാം, ഏറിയാൽ ഒരിക്കൽ കൂടി ജയിക്കാം. കഴിഞ്ഞു രാഷ്ട്രീയ ഭാവി. എന്നാൽ മകൻ ശബരിയാണെങ്കിലോ? മകൻ ശബരിയാണെങ്കിൽ രാഷ്ട്രീയ ഭാവി ആരംഭിക്കുന്നതേയുള്ളൂ. വേണമെങ്കിൽ അച്ഛനെ പോലെ ഒരു ആ വാർത്ത എല്ലാ പത്രങ്ങളും തരുന്നു. മലയാള മനോരമ, വർത്തമാനം പുറത്ത് വലിയ വാർത്തയായി, സചിത്ര വാർത്തയായി ആ വാർത്ത നമുക്ക് എത്തിക്കുന്നു. കാണുക. സുഷമ സ്വരാജ് വിവാദം, BJPയിൽ ഉൾപോര്. BJPയിൽ നടക്കുന്ന ഉൾപോരിൻ്റെ ഉള്ളറ രഹസ്യങ്ങളാണ് മനോരമ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എല്ലാ പത്രങ്ങളും കൊണ്ടുവന്നിരിക്കുന്നു, ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ഇന്ന് ആ വാർത്ത ഹിന്ദു എന്ന പത്രം. ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. എപ്രകാരമാണ് സുഷമ സ്വരാജിനെ അട്ടിമറിക്കാൻ BJPയുടെ ഒരു വിഭാഗം നേതാക്കൾ, ജെയ്റ്റ്ലി അടക്കമുള്ള നേതാക്കൾ, എന്തിന് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ അവരുടെ വിവാദ സ്വഭാവത്തോടു കൂടിയ അദ്വാനി വിരോധം തീർക്കാൻ ഉപയോഗിക്കാൻ പോകുന്നത്? കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിനെതിരായ വിവാദം BJPയിൽ ഉൾപോരിന് തിരികൊളുത്തി. വിവാദത്തിലൂടെ മാധ്യമ വിചാരണ ആസൂത്രണം ചെയ്തതിൽ BJPക്കുള്ളിലെ ചിലർക്ക് പങ്കുണ്ട് എന്ന് കീർത്തി ആസാദ് MPയുടെ ട്വിറ്ററോടെയാണ് സംഘർഷം മറനീക്കിയത്. ഉടുപ്പിലിരുന്ന പാമ്പാണ് കടിച്ചത് എന്ന ആസാദിൻ്റെ പരാമർശം കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ ഉന്നമിച്ചാണ് എന്ന് തുടർ പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. ആസാദിൻ്റെ പരാമർശങ്ങളിൽ കാര്യമുണ്ടെന്ന് വാദിച്ച ശത്രുഘ്നൻ സിൻഹ MPയും കക്ഷിയേറുന്നതോടെ അദ്വാനി പക്ഷം സംഘടിതമായി തിരിച്ചടിക്ക് നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. അദ്വാനി വേഴ്സസ് നരേന്ദ്രമോദി എന്ന നാടായിക്കോട്ടമേ വീണ്ടും തുറക്കപ്പെട്ടിരിക്കുന്നു. BJP 1 വർഷം അധികാരത്തിലിരുന്ന മോദിയുടെ പ്രതിച്ഛായാഭംഗം സംഭവിച്ചതിന് ശേഷം. ഇതിനിടെ സുഷമ സ്വരാജിൻ്റെ ഒരു വാദമുണ്ടായിരുന്നു. പോർച്ചുഗലിലേക്ക് ലളിത് മോദിയെ വിട്ടത് ഭാര്യയുടെ ചികിത്സാർത്ഥം മാനുഷിക പരിഗണന വെച്ചാണ്, ചികിത്സയുടെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാനാണ്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷേ പോർച്ചുഗൽ നിയമത്തിൽ അങ്ങനെയൊരു വകുപ്പേ ഇല്ല. ഭർത്താവ് ഭാര്യയുടെ അടുത്ത് നിന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്നൊരു കണ്ടീഷനേ ഇല്ല. അതുകൊണ്ട് ആ നിലവാരം സുഷമ എടുത്തത് നുണയാണ് എന്നും വാർത്ത വന്നിരിക്കുന്നു. തങ്ങൾ 13 സെൻറ്റ് ഭൂമി കയ്യേറിയതായി ആർടെക് കമ്പനി തന്നെ കഴിഞ്ഞ ദിവസം ലോകായുക്തയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിനെതിരെ കിട്ടിയ പരാതിയുണ്ടല്ലോ, ആ പരാതി പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല വിജിലൻസ് വകുപ്പ്. എന്തൊരു ഉദാരമായ സമീപനമാണ് മുഖ്യമന്ത്രിയോട് അവർ കാട്ടുന്നത്. എത്രത്തോളം നല്ല കൂറുള്ള കാവൽ നായയെ മാതിരിയാണ് പെരുമാറുന്നത് വിജിലൻസ്. അഴിത്തൂൺ പറ്റാൻ വിൻസെൻ്റ് പോളിന് ഇനി 6 മാസം പോലും സമയമില്ല. ശിഷ്ടജീവിതത്തിന് ഒരു സർക്കാർ ലാവണം, അതുമാത്രമാണോ അദ്ദേഹം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? നല്ല പേരുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മലയാളികൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പതനത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ. ഡീസൽ വില കുറഞ്ഞു, പക്ഷേ പെട്രോളിന് വില കൂടി. എന്തു മറിമായം! കുറയുമ്പോൾ ഒന്നിച്ച് കുറയുകയും ഒന്നിച്ച് കൂടുകയും ചെയ്യുന്ന രീതിയാണുണ്ടെങ്കിൽ ആ രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു. ഡീസലിൻ്റെ വില കുറഞ്ഞു, പെട്രോളിന് വില കൂടി. വില കൂടിയ ആ വാർത്തയുണ്ടല്ലോ,
അതിപ്പോൾ ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു ആഴ്ചയാഴ്ച സംഭവിക്കുന്നത് കൊണ്ട്. ഡീസലിന് ₹1.35 കുറച്ചു, പെട്രോളിന് പകരം 64 പൈസ കൂട്ടി. മാധ്യമത്തിൻ്റെ 1-ാം പേജ് വാർത്തയാണത്. ഏപ്രിലിന് ശേഷം ഇത് 3-ാം തവണയാണ് പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നത്. പെട്രോൾ വില ലിറ്ററിന് 64 പൈസ കൂട്ടി, ഡീസൽ വില ലിറ്ററിന് 1.35 രൂപ കുറച്ചു. പുതിയ നിരക്കുകൾ തിങ്കൾ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ നിലവിൽ വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പുസ്തകം അച്ചടിക്കുന്ന രംഗത്ത് വീണ്ടും തട്ടിപ്പ് അരങ്ങേറുകയാണ്. തട്ടിപ്പ് ഒരു കലയായി വികസിപ്പിച്ച മന്ത്രിമാർ ജീവിക്കുന്ന, മുഖ്യമന്ത്രി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലധികം നാം പ്രതീക്ഷിച്ചുകൂടാ. മംഗളം എന്ന പത്രം ആ തട്ടിപ്പിൻ്റെ വാർത്ത 1-ാം പേജിലെ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. കാണുക. +1, +2 പുസ്തകം അച്ചടിയിലും ക്രമക്കേട്. ടെൻഡറില്ലാതെ 20 കോടിയുടെ കരാർ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് VA ഗിരീഷ് മംഗളം എന്ന പത്രത്തിൻ്റെ ആദ്യ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഈ അധ്യയന വർഷത്തെ +1, +2 പാഠപുസ്തകങ്ങളുടെ അച്ചടി കർണാടകയിലെ സ്വകാര്യ പ്രസിനെ ഏൽപ്പിച്ചതിന് പിന്നിലും വൻ അഴിമതി.